നമസ്കാരം. മൂവി ബ്രാൻഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ബിഗ് ബോസ് മത്സരാർത്ഥിയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ മിമിക്രി കലാകാരനായ കൊല്ലം സുധിയുടെ ഭാര്യയെ അറിയാമോ? സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗമാണ് ഈ രേണു സുധി. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്റെ പേരടക്കം മാറ്റി വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരാളായിട്ട് മാറുമ്പോഴും രേണു സുധിയെ ആരാണ് ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിലേക്ക് കൊണ്ടുവന്നത് എന്നുള്ളൊരു വിഷയത്തിൽ ഒരു ചോദ്യം ഉയരുന്ന സാഹചര്യമാണ്. അതായത് ലക്ഷ്മി നക്ഷത്ര എന്ന് പറയുന്ന ആങ്കർ അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയാണ് രേണു സുധിയെ അവതരിപ്പിക്കുന്നത്. സുധി മരണപ്പെട്ട സാഹചര്യത്തിൽ സുധിച്ചേട്ടനെ ഇനി ജീവനോടെ കൊണ്ടുവരാൻ സാധിക്കില്ല എങ്കിലും സുധിച്ചേട്ടന്റെ ഓർമ്മ എന്നും ഒപ്പം ഉണ്ടാകണം എന്നുള്ള തീരുമാനത്തിൽ അതിന് തനിക്ക് ചെയ്യാൻ സാധിക്കുന്നതെല്ലാം തന്നെ താൻ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആങ്കറായിട്ടുള്ള ലക്ഷ്മി നക്ഷത്ര രംഗത്തെത്തിയത്. സുധി മരിച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ അങ്ങ് പുറത്ത് വിദേശ രാജ്യത്ത് പോയി സുധിയുടെ മണമുള്ള ഒരു സ്പ്രേ രേണു സുധിക്ക് സമ്മാനമായി നൽകുന്നു. ഇതോടുകൂടെ രേണു സുധി എന്ന് പറയുന്ന ഒരാളുടെ ദയനീയ അവസ്ഥയെ ചൂഷണം ചെയ്തുകൊണ്ട് ആങ്കർ ലക്ഷ്മി നക്ഷത്ര അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ പണം സമ്പാദിക്കാൻ ഒരു വഴി കണ്ടെത്തി എന്നുള്ള ആക്ഷേപങ്ങൾ ഉയർന്നു. ഇതോടുകൂടെയാണ് രേണു സുധി സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തെത്തിയത്. അതായത് തന്നെ സഹായിക്കുന്ന, തനിക്കൊപ്പം നിൽക്കുന്ന, സുധിയുടെ സ്വന്തം പെങ്ങളായിട്ട് വരുന്ന, സ്വന്തം പെങ്ങളെ പോലെ കാണുന്ന ഒരാളെ സോഷ്യൽ മീഡിയ ആക്രമിക്കുന്നത് കണ്ട് സഹിക്കാൻ സാധിക്കാതെ രേണു സുധി പ്രതികരണവുമായിട്ട് രംഗത്തേക്ക് എത്തുന്നു. സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെ ഈ പറയുന്ന ഓൺലൈൻ മാധ്യമങ്ങളുടെ മുൻപിലും ഒക്കെ എത്തുമ്പോൾ ലക്ഷ്മി നക്ഷത്ര തന്നോട് ചെയ്തത് ഒരു പണം ഉണ്ടാക്കാനുള്ള മാർഗമായിട്ടല്ല, തന്റെ വേദനകൾ കണ്ട് സുധിച്ചേട്ടനോടുള്ള സ്നേഹം കൊണ്ടാണ് തന്നെ ലക്ഷ്മി നക്ഷത്ര ചേർത്ത് പിടിച്ചത് എന്നൊക്കെ പറഞ്ഞ് രേണു സുധി രംഗത്തെത്തി. പിന്നീട് അങ്ങോട്ട് രേണുവിന്റെ മുഖം വരുന്ന ഓരോ ചിത്രങ്ങളും വളരെ വേഗത്തിൽ വ്യാപകമായി പ്രചരിക്കാൻ തുടങ്ങിയതോടെ ഓൺലൈൻ മാധ്യമങ്ങളടക്കം രേണു സുധിക്ക് പിന്നാലെയായി പോകുകയും ചെയ്തു. പിന്നീട് രേണു സുധിയുടെ വളർച്ച വളരെ പെട്ടെന്നായിരുന്നു. ആദ്യം വിമർശനങ്ങൾ, പിന്നീട് വലിയ രീതിയിൽ സപ്പോർട്ട്, അത് കഴിഞ്ഞ് വീണ്ടും വിമർശനങ്ങൾ, അങ്ങനെയാണ് രേണു സുധിയുടെ ഒരു ഗ്രാഫ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ രേണു എന്നുള്ള പേര് മാത്രമാണ് തരംഗമായി മാറിയിരിക്കുന്നത്. എന്നാൽ രേണുവിനെ ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത ലക്ഷ്മി നക്ഷത്രയെ കാണാനില്ല എന്നുള്ളതും യാഥാർത്ഥ്യം. രേണുവിനെ രംഗത്തെത്തിച്ച ലക്ഷ്മി നക്ഷത്ര ഫീൽഡ് ഔട്ട് ആയോ എന്നാണ് ഇതോടുകൂടെ ചോദ്യങ്ങൾ ഉയരുന്നത്. അതിനൊക്കെയുള്ള മറുപടി എന്ന് പറയുന്നത് ലക്ഷ്മി നക്ഷത്ര തൻ്റെതായിട്ടുള്ള ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകുകയാണ്. അതിനിടയിൽ ആങ്കറിംഗ് പരിപാടികളൊക്കെ നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ രേണുവോ ലക്ഷ്മിയോ എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ കൈയടക്കി വെച്ചിരിക്കുന്നത് രേണു തന്നെ എന്നതിൽ യാതൊരു സംശയവുമില്ല. ബിഗ് ബോസ് മത്സരാർത്ഥിയായി കൂടെ രംഗത്തെത്തിയതോടുകൂടെ വളരെ വലിയൊരു വളർച്ച രേണുവിനുണ്ടായിട്ടുണ്ട്. രേണു ധരിക്കുന്ന വസ്ത്രത്തിന്റെയും ചെരുപ്പിന്റെയും അടക്കം വില ഉൾപ്പെടെ സോഷ്യൽ മീഡിയ ചികഞ്ഞു പോകാറുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുപോലെ തന്നെ വളരെ വിമർശനങ്ങളും നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടെയാണ് അവർ. ബിഗ് ബോസിൽ വരും മുൻപേ സ്വന്തം നിലയിൽ സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസറായി മാറിയ രേണു വളരെ പെട്ടെന്നാണ് ഇൻസ്റ്റഗ്രാമിൽ സജീവമാകുന്നത്. യൂട്യൂബ് പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ വലിയൊരു ഫോളോവേഴ്സ് രേണുവിനുണ്ട്. 4000-ലേറെ പോസ്റ്റുകളുള്ള രേണു സുധിയുടെ ഇൻസ്റ്റഗ്രാം പേജിന് 388K ഫോളോവേഴ്സ് എന്നുള്ള നിലയിലാണ് ഇപ്പോഴത്തെ കണക്ക്. അവർ ആകെ 1740 പേരെ ഫോളോ തിരിച്ചു ചെയ്യുന്നുണ്ട്. രേണുവിന്റെ റീൽസ് വീഡിയോകൾക്ക് പലതിനും മില്യൺ കണക്കിന് വ്യൂസ് ലഭിക്കുന്നു. വാഗമണ്ണിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നുള്ള ഒരു ഡാൻസ് വീഡിയോ 6.9 മില്യൺ വ്യൂസ് ആണ് നേടിയിരിക്കുന്നത്. കൂടാതെ രേണുവിനെ ടാഗ് ചെയ്തുള്ള വീഡിയോകൾക്ക് അവർ സ്വന്തം പേജിൽ വിസിബിലിറ്റി നൽകിയിട്ടുമുണ്ട്. എന്തായാലും രേണുവിന്റെ പേജ് ജനകീയം എന്നതിൽ ഒരു തെളിവ് കൂടെ പുറത്തേക്ക് വരികയാണ്. 4000-ലേറെ പോസ്റ്റുകളുള്ള രേണു സുധിയുടെ ഇൻസ്റ്റഗ്രാം പേജിന് 388K ഫോളോവേഴ്സ് എന്നാണ് നിലവിലത്തെ കണക്ക്. അവർ ആകെ ഫോളോ ചെയ്തിരിക്കുന്നത് 1740 പേരെ മാത്രമാണ്. രേണുവിന്റെ റീൽസ് വീഡിയോകൾക്ക് പലതിനും മില്യൺസ് കണക്കിന് വ്യൂസ് ലഭിക്കാറുണ്ട് എന്നുള്ളത് അവരുടെ സെലിബ്രിറ്റി സ്റ്റാറ്റത്തെ കാണിക്കുന്നതാണ്. എന്തായാലും ഇതിനിടയിലാണ് തന്റെ പ്രൊഫഷണൽ ഡാഷ്ബോർഡിന്റെ സ്ക്രീൻഷോട്ട് ഈ കഴിഞ്ഞ ദിവസം രേണു സുധി പങ്കുവയ്ക്കുന്നത്. അതായത് തന്നെ എത്രത്തോളം ആളുകൾ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് വ്യക്തമാക്കുന്ന കണക്ക്. ഒരു മാസം, അതായത് 30 ദിവസത്തിനുള്ളിൽ രേണു നേടിയെടുത്തിരിക്കുന്നത് 14 കോടി വ്യൂസ് ആണ്. ഇവർ ഇൻസ്റ്റഗ്രാം സബ്സ്ക്രിപ്ഷൻ സർവീസും തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് ഈ അടുത്ത കാലത്ത് വലിയ ചർച്ചയായിരുന്നു.
ഇവിടെയും 2850 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എന്നാണ് രേണു വ്യക്തമാക്കുന്നത്. വളരെ ചെറിയ തുകയാണ് രേണു മാസവരിക സംഖ്യയായിട്ട് ഈ സബ്സ്ക്രിപ്ഷന് വേണ്ടി ഈടാക്കുന്നത്. 180 രൂപയോളമാണ് പ്രതിമാസ വരിസംഖ്യ എന്നുള്ളതാണ് കണക്ക്. തന്റെ പ്രൊഫഷണൽ ഡാഷ്ബോർഡിന്റെ സ്ക്രീൻഷോട്ട് ഈ കഴിഞ്ഞ രേണു സുധി പങ്കുവയ്ക്കുമ്പോൾ അതിൽ വലിയൊരു ഫോളോവേഴ്സ് കൂടിയിട്ടുണ്ട് എന്നും സമൂഹ മാധ്യമങ്ങളിൽ രേണുവിന്റെ വളർച്ച മുന്നോട്ട് തന്നെ എന്നും വ്യക്തമാക്കുന്നതാണ്. ഇതിനിടയിൽ രേണുവിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം. രേണുവിന്റെ മകനായിട്ടുള്ള, അതായത് സുധിയുടെ മകനായിട്ടുള്ള കിച്ചു രംഗത്തെത്തിയതോടെയാണ് ഇത്തരത്തിൽ ചില വിമർശനങ്ങൾ രേണുവിനെതിരെ കൂടാനുണ്ടായിട്ടുള്ള ഒരു കാരണം. മൂത്ത മകനേക്കാൾ വലിയ പ്രായവ്യത്യാസം ഇല്ല എങ്കിൽ പോലും താൻ 10 വയസ്സ് പ്രായമുള്ള ആൺകുട്ടിയുടെ അമ്മയായി മാറി എന്നാണ് കിച്ചുവിനെ കുറിച്ച് രേണു എപ്പോഴും പറയാറുള്ളത്. തന്നെക്കുറിച്ച് പ്രചരിപ്പിക്കുന്ന വീഡിയോകളുടെ പേരിലും രേണുവിന് ചില കാര്യങ്ങൾ വിമർശനമായിട്ട് വന്നിട്ടുമുണ്ട്. രേണു സുധി എന്ന തന്റെ പേരിൽ ഒരു ഹാഷ്ടാഗ് ഇട്ട് കണ്ടന്റ് ഇറക്കിക്കഴിഞ്ഞാൽ ഉടനടി വരുമാനമാകുമെന്നും രേണു തന്നെ പറയുന്നതും ഇപ്പോൾ പതിവാണ്. രേണു അതൊന്നും കണ്ട ഭാവം നടിക്കാതെ മുന്നോട്ട് തന്നെ പോകുന്നു എന്നുള്ളതും യാഥാർത്ഥ്യം. കമന്റിൽ വന്ന് മോശം പറയുന്നവരോട് ചുട്ട മറുപടി നൽകിക്കൊണ്ട് തന്നെയാണ് രേണു പലപ്പോഴും എത്താറുള്ളത്. ഇപ്പോൾ സോഷ്യൽ മീഡിയ ആദ്യമൊക്കെ ക്യാമറയ്ക്ക് മുന്നിൽ വരുമ്പോൾ നാണിച്ചു വന്നിരുന്ന രേണു ഇന്നിപ്പോൾ ഏറ്റവും ശക്തമായിട്ട് ക്യാമറയ്ക്ക് പിറകിൽ പ്രവർത്തിക്കുന്ന ആളുകളോട് വളരെ ശക്തമായിട്ട് സംസാരിക്കാൻ അടക്കം പഠിച്ചു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ രേണുവിന്റെ വളർച്ചയെ തന്നെയാണ് അത് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോഴാണ് പ്രധാനമായിട്ടും ഈ ലക്ഷ്മി നക്ഷത്രയെ കുറിച്ചുള്ള ചോദ്യങ്ങൾ വരുന്നത്. തങ്ങളെ ഇത്തരത്തിൽ മുൻപന്തിയിലേക്ക് കൊണ്ടെത്തിച്ച ലക്ഷ്മി നക്ഷത്രയോട് എന്തെങ്കിലും പിണക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഇതിൽ പ്രധാനമായിട്ടും ഉള്ളത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പുറത്തുവന്ന റിപ്പോർട്ട് പ്രകാരം രേണുവും ലക്ഷ്മിയും തമ്മിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള രീതിയിൽ ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അതായത് രേണുവിനെ വെച്ച് ലക്ഷ്മി നക്ഷത്ര തന്റെ യൂട്യൂബ് വരുമാനം കൂട്ടി, സുധിയുടെ കുടുംബത്തിന്റെ കണ്ണുനീർ വിറ്റ് എന്നൊക്കെ ലക്ഷ്മി നക്ഷത്രയെ കുറിച്ച് ഒരുപാട് ആളുകൾ നെഗറ്റീവ് പറയുന്ന സാഹചര്യത്തിൽ ഇതിനിടയിലാണ് രേണു സുധിയും ലക്ഷ്മി നക്ഷത്രയും അത്ര നല്ല ടേംസിലല്ല എന്നുള്ള തരത്തിൽ ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. ഇരുവരും ഒന്നിച്ചുള്ള വീഡിയോകൾ വരാതെ വന്നതോടുകൂടെയാണ് ഇത്തരത്തിലുള്ള സംശയങ്ങൾ ആദ്യം ഉയരുന്നത്. പിന്നീട് പൊതു ഇടങ്ങളിൽ രേണുവിനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് ലക്ഷ്മി നക്ഷത്ര ഡിപ്ലോമാറ്റിക് റിപ്ലൈകൾ നൽകാൻ തുടങ്ങിയതോടെ ഇതൊരു സ്ഥിരീകരണമായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലക്ഷ്മി നക്ഷത്രയെ കുറിച്ച് രേണു സുധി ഒരു കാര്യം പറയുന്നത്. എല്ലാ കാലത്തും ആളുകളുടെ സഹായം സ്വീകരിച്ച് ജീവിക്കാൻ കഴിയില്ല എന്നും അറിയപ്പെടുന്ന നിലയിലേക്ക് എത്തിയപ്പോൾ ലക്ഷ്മി നക്ഷത്രയെ അവഗണിച്ചു എന്ന് പറയുന്നവരോടുള്ള മറുപടിയായിട്ട് രേണു പറയുകയായിരുന്നു. അത്തരത്തിൽ രേണുവിൻ്റെതായിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു. ലക്ഷ്മി നക്ഷത്ര ഇപ്പോൾ പുതിയൊരു ഡ്രസ്സിന്റെ ബ്രാൻഡ് അടക്കം തുടങ്ങിയിട്ടുണ്ട്. അതായത് ഗുലാബി എന്ന് പറയുന്ന ഒരു ഡ്രസ്സിന്റെ ബ്രാൻഡ് അടക്കം തുടങ്ങി അവരുടേതായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. വലിയ വിമർശനങ്ങൾ ഇപ്പോഴും രേണുവിനെ ചുറ്റിപ്പറ്റി നിലവിൽ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഇത്തരം വിമർശനങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും സോഷ്യൽ മീഡിയയിൽ ഏറ്റവും വലിയ ഫോളോവേഴ്സ് ഉണ്ടാകുന്ന തരത്തിൽ, ഏറ്റവും വലിയ ഫാൻസ് ഉണ്ടാകുന്ന തരത്തിലാണ് രേണുവിന്റെ ഈ വളർച്ച എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. തന്റെ ഈ ഫോളോവേഴ്സിന്റെ സ്ക്രീൻഷോട്ട് അടക്കം പങ്കുവച്ച് രേണു രംഗത്തേക്ക് വരുന്നത് ഒരുപക്ഷെ ഈ പറയുന്ന വിമർശകർക്കുള്ള ഒരു മറുപടി തന്നെയായിരിക്കാം.